മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ മേൽ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മഹാമാരിയുടെ ദിനങ്ങൾ 1.5 വർഷത്തിലേറെ പിന്നിടുമ്പോഴും സകലതും നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് കുവൈറ്റിൽ നിന്നുള്ളൊരു കുടുംബം തങ്ങളുടെ മക്കളെ വചനത്തിൽ വേരൂന്നി വളർത്തി പ്രതിസന്ധിയിൽ തളരാതെ ദൈവവചനം മുറുകെ പിടിച്ച് അതിനെ മറികടന്ന ജീവിത സാക്ഷ്യം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 138:7 ഇപ്രകാരം പറയുന്നു: കഷ്ടതകളിൽ കൂടെ കടന്നു പോന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. കുവൈറ്റ് സെൻറ്റ് ഡാനിയൽ കമ്പോണി ഇടവകയിലെ നഴ്സുമാരായ ബിനോയുടെയും ബിന്ദുവിൻ്റെയും ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ ദൈവാനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കിവരെ ശ്രവിക്കാം. ഞാൻ ബിനോയ്, എൻ്റെ ഭാര്യ ബിന്ദു, മക്കൾ ബ്ലസ്സൻ, ഫൗസീന. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റ് മിനിസ്ട്രിയിൽ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ താമസിക്കുന്ന അബ്ബാസിയയിലാണ്. എൻ്റെ മോന് ബ്ലസ്സന് 11 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഫൗസീന 7 വയസ്സ്, UKG സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ സ്വദേശം കോട്ടയത്താണ്. ഈ കാലഘട്ടത്തിലെ ഒരു പേടി സ്വപ്നമാണ് കൊറോണ ബാധിച്ച വ്യക്തികളെയും. COVID-19 നിങ്ങളുടെ കുടുംബത്തിലും ബാധിച്ചു. ആ ഒരു അനുഭവം ഒന്ന് വിവരിക്കാമോ? ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങൾ വീട്ടിലെല്ലാവരും കോവിഡ് പോസിറ്റീവായിരുന്നു. ആദ്യം ബിനോയ് പോസിറ്റീവായി, അതിനുശേഷം ഞാനും മോനും പോസിറ്റീവായി. അപ്പോൾ കുവൈറ്റിൽ കോവിഡ് തുടങ്ങിയതിൻ്റെ ആ ഒരു ആദ്യ സമയമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്താകും എന്നതിനെക്കുറിച്ച്. അപ്പോൾ നാട്ടിലൊക്കെ പറഞ്ഞപ്പോൾ പേരൻസിനൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവാം കോവിഡിൻ്റേതായ വലിയ അസ്വസ്ഥതകളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ചെറിയൊരു പനിയും ദേഹവേദനയും അല്ലാതെ വേറെ ഒരു അസ്വസ്ഥതകളും ഇല്ലാതെ ആ ഒരു കോവിഡ് കാലം കഴിഞ്ഞു പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതൊരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും 3 ആഴ്ചയോളം ക്വാറൻറ്റൈനിലായിരുന്നു. ആ ക്വാറൻറ്റൈന് ശേഷം ഞങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു. ആ ഒരു സമയത്താണ് മോന് പനി പിടിക്കുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു സാധാരണ പനിയാണ് എന്ന് വിചാരിച്ച് 2 ദിവസം വീട്ടിൽ മരുന്നൊക്കെ കൊടുത്ത് അവനെ നോക്കി. 3ാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ കഴുത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മുഴ പോലെ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബിനോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടല്ലോ. അപ്പം അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കൊടുക്കാൻ തുടങ്ങി. ഈ മരുന്ന് കൊടുത്ത് 5 ദിവസമായിട്ടും പനി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതൊരു 7ാമത്തെ ദിവസമായി പനിയുടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അത് ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴവരവിടെ അവനെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. ബ്ലസൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഒരമ്മ എന്ന നിലയിൽ ബിന്ദു ഒത്തിരി മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോയതല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വീണ്ടും വേറെ മരുന്നുകൾ തുടങ്ങി.
അപ്പം ഇന്ന് കുറയും നാളെ കുറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇത് ഈ അഡ്മിഷൻ ആയി ഒരു 5 ദിവസമായിട്ടും പനിക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങനെ പനി തുടങ്ങിയോ അന്ന് തൊട്ടുള്ള ആ ഒരു തീവ്രതയിൽ തന്നെ പനി നിൽക്കുവാണ്. 5-ാമത്തെ ദിവസമായിട്ട് ഇത് കുറയാതെ വന്നപ്പം ഞങ്ങൾക്ക് മനസ്സിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഒരു ഗ്രൂപ്പിലൊക്കെ മോൻ അഡ്മിറ്റ് ആണെന്ന് അറിയാം എന്നല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അറിയാവുന്ന പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. വീണ്ടും ഇങ്ങനെ ആ പനി 10 ദിവസത്തോളം 10 ദിവസമായി. 10ാമത്തെ ദിവസം എപ്പോൾ പനിയെ തുടങ്ങി ആ തീവ്രതയിൽ തന്നെയാണ് ഈ 10ാമത്തെ ദിവസം അഡ്മിഷനായിട്ട് പനി നിൽക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ എന്തായിരിക്കും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഡോക്ടേഴ്സ് ഓരോ ദിവസവും വന്ന് ഓരോ ഇൻവെസ്റ്റിഗേഷൻസ് എഴുതുന്നുണ്ട്. അതിൻ്റെ എല്ലാ റിപ്പോർട്ട് വരുമ്പം നോർമലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ 10ാമത്തെ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു 10 ദിവസം മരുന്ന് കൊടുത്തിട്ടും ഇതിനൊരു മാറ്റവും കാണാത്തതുകൊണ്ട് ഇനി ഒന്നും കൊടുക്കണ്ട. അങ്ങനെ എല്ലാ മെഡിസിനും അന്ന് നിർത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ കഴുത്തിലെ മുഴയിൽ നിന്ന് നമുക്കൊരു ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് മോനെ ഒന്ന് സമ്മതിപ്പിക്കാനൊക്കെ ഒത്തിരി പാടായിരുന്നു. അങ്ങനെ ബയോപ്സി എടുത്തു. ആ ബയോപ്സിയുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സമയം എല്ലാവരും ഇങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു നോർമൽ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് പനിക്കൊരു ചെറിയൊരു കുറവ് വന്നു. അങ്ങനെ ഒരു ബയോപ്സി റിപ്പോർട്ട് 4ാമത്തെ ദിവസം കിട്ടി. അപ്പോഴത്തേക്കും പനി ഒന്ന് നിന്നു. അപ്പോൾ പനി അങ്ങനെ നിന്നതുകൊണ്ട് ഡോക്ടർമാർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുമായിരുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11:24 ഇങ്ങനെ പറയുന്നു: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മോന് ഈ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഒത്തിരി വേദനയിൽ കൂടെ കടന്നുപോയി അല്ലേ? അപ്പോഴൊക്കെ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു. എന്തിനായിരുന്നു മോനെ? ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കൈയിൽ കൂടി ഒരു മരുന്ന് കയറുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ മരുന്നൊന്ന് നിർത്തിത്തരാൻ ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. സിസ്റ്റർമാർ ആ മരുന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു. ഞാൻ സിസ്റ്റർമാരോട് പറയുമായിരുന്നു, ഇത് കുത്തല്ലേ, എനിക്ക് ഭയങ്കര വേദനയാ, കുത്തല്ലേ എന്ന് പറയുമായിരുന്നു. അപ്പോൾ സിസ്റ്റർമാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരത് കണ്ടിന്യൂ ചെയ്തു പോന്നു. പിന്നെ പിറ്റേ ദിവസം ഡോക്ടർ എന്നെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 10 ദിവസമായിട്ടും പനിക്കൊരു കുറവുമില്ലല്ലോ, അതുകൊണ്ട് ഇതുവരെ കൊടുത്തിരുന്ന എല്ലാ മരുന്നും നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ആ ഡോക്ടറിലൂടെ ഈശോ എനിക്ക് സാധിച്ചു തന്നു. മോൻ ഇപ്പോൾ പുഞ്ചിരിച്ചിരിക്കുന്നത് പോലെ തന്നെ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒത്തിരി പനിയായിരുന്നോ വേദനയായിരുന്നോ, എന്നിരുന്നാലും മോന് പുഞ്ചിരിയോടെ തന്നെ ഇരിക്കുവാൻ സാധിച്ചു. അതെങ്ങനെയാണ് മോന് പറ്റിയത്? ഞാൻ കുഞ്ഞിലേ മുതലേ കുറേ വിശുദ്ധരുടെ കഥകളും പഴയ നിയമത്തിലെ കഥകളും ഈശോയുടെ കഥകളും ഒക്കെ യൂട്യൂബിലൂടെ ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ ഞാൻ കുറേ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അൽഫോൻസാമയുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അൽഫോൻസാമ മേലാതിരുന്ന അവസ്ഥയിലും മറ്റുള്ളവരോട് പുഞ്ചിരിച്ച് സംസാരിക്കാനുള്ള അൽഫോൻസാമയുടെ ആ മനോഭാവം എനിക്ക് ഒരു പ്രചോദനമാണ്. ബ്ലെസൻ 11 വയസ്സായി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാളത്തിൽ വായിക്കാനും എഴുതാനും അറിയാം. അപ്പോൾ ആൻറ്റി കേട്ടായിരുന്നു മോന് മലയാളത്തിൽ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു എന്ന്. ആ ബൈബിൾ വായിക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ ഇടവകയിൽ 3 മാസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കുന്നവർക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ബൈബിൾ വായിച്ച് തീർക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമ്മാനം കിട്ടിയില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ 1ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർന്നു. പിന്നെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ 2ാമതും കൂടെ വായിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ആദ്യം കുറച്ച് മടിയായിരുന്നു, എങ്കിലും വായിക്കാൻ തുടങ്ങി. അതും എനിക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മോന് വായിക്കുന്നത് മാത്രമല്ല, വചനം എഴുതി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് അല്ലയോ?
ഞാൻ വചനം എഴുതാൻ തുടങ്ങിയതിന് തന്നെ കാരണക്കാരൻ എൻ്റെ അപ്പയാണ്. അപ്പ എപ്പോഴും എന്നോട് പറയും, നിന്നെ സ്പർശിച്ച വചനങ്ങൾ നീ ഒരു ബുക്കിൽ എഴുതി വെക്കണമെന്ന്. എല്ലാ ദിവസവും 2 വചനം വെച്ച് എഴുതണമെന്ന് അപ്പയ്ക്ക് നിർബന്ധമായിരുന്നു. മോൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏകദേശം 150 വചനത്തോളം മോൻ എഴുതി കഴിഞ്ഞു. ഈ വചനങ്ങളിൽ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ മോന് സ്പർശിച്ചതുമായിട്ടുള്ള വചനം ഏതാണ്? എന്നെ ഏറ്റവും സ്പർശിച്ച വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബൈബിളിൽ ചെയ്ത സുവിശേഷ ഭാഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. മോന് ഈ വചനം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ആ വചനത്തിൽ അതിൽ പറയപ്പെടുന്നത് എന്ത് നമ്മൾ ചെയ്താലും അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ മീനിങ് ആ വചനത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ വചനം ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. ബ്ലസ്സൻ വീട്ടിൽ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ബ്ലസ്സിന് പനിയായിട്ട് രണ്ടാമതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം പിന്നെ ഉണ്ടായല്ലയോ? ഞങ്ങൾ പനി ഒന്ന് മാറിയപ്പോഴാണ് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നു ഒരാഴ്ചയോളം മോന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് വീണ്ടും പനിയായിട്ടിരിക്കുന്ന മോനെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥ, ഭയങ്കര ടെൻഷനായി. ഇനിയും എന്തായിരിക്കും ഈ പനിയുടെ ഒരു കാരണം എന്നുള്ള മനസ്സിന് ഭയങ്കര ടെൻഷനായിപ്പോയി. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ മോനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് പറഞ്ഞു അതിന് മുമ്പിലത്തെ ആഴ്ച ഡിസ്ചാർജായി വന്ന പേഷ്യൻ്റ് ആയിരുന്നതുകൊണ്ട് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തതാണ്, ഇനി നമുക്ക് ചെയ്യാനായിട്ട് ബോൺ സ്കാൻ ഈ പ്രൊസീജിയറുകൾ ചെയ്യേണ്ടി വരും എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രിയിൽ ഇവന് ഭയങ്കര വയറുവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം സർജന്മാർ വന്ന് കണ്ടു, അർജൻറ്റ് CT ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ CT ചെയ്യാൻ വേണ്ടിയിട്ട് ബിനോയ് കൺസെൻ്റ് ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയിൽ ബിനോയിനെ വിളിച്ചു വരുത്തി. അങ്ങനെ കൺസെൻ്റ് ഒപ്പിട്ട് കൊടുത്ത് CT ചെയ്തു. അപ്പം പിന്നെ നമ്മുടെ ചിന്ത വേറെ, ഇനി എന്തായിരിക്കും ഇതിനൊരു കാരണം, അങ്ങനെ വേറെ ഇങ്ങനെ ടെൻഷനുകൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ CTയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഒരു ബലമാണ്, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും ബോൺമാരോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയായിരുന്നു. ബോൺമാരോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൺസെൻ്റ് ഒപ്പിട്ട് കൊടുത്തു. ബിനോയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു ബോൺമാരോ ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് ഞാൻ ക്യാൻസർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ആളായതുകൊണ്ട് നമ്മൾ ഡെയിലി ബോൺമാരോയും ബോൺ സ്കാൻ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഇവിടെ പോകുന്നതായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ എല്ലാം കൈവിട്ട് പോവുകയാണോ. ആദ്യം ഒരു കോവിഡിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ള ഒരു പനിയായിട്ട് നമ്മൾ മനസ്സിൽ ധരിച്ചുവെങ്കിലും പിന്നെ ഈ പ്രൊസീജിയേഴ്സിലെല്ലാം കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നതെല്ലാം ക്യാൻസർ പേഷ്യൻസിനെയും അവരുടെ സഫറിങ്സുമാണ്. പ്രത്യേകിച്ച് ഇത്രയും കുഞ്ഞായിരിക്കുന്ന മോന് ബോൺമാരോ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കൂടുതൽ ആളുകളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടെയും അറിയപ്പെടുന്ന എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പ് വഴിയും ഞാൻ ഷെയർ ചെയ്തു. എന്നാലും ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ക്യാൻസർ ആണെന്ന് പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അല്ലേ? ഇത് ഒരു പോസിബിളി ഒരു ക്യാൻസർ ആണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിരുന്നു. ഈ പരീക്ഷണ ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്യാനും ഈ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനും സാധിച്ചത്? ആ സമയത്ത് ഞങ്ങൾ കൂടുതലായിട്ട് ആശ്രയിച്ച ഒരു വചനമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്ന്. ആ ഒരു വചനം ഞങ്ങൾ 3 പേരും പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ആ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആ ഒരു വചനത്തിൽ ഞങ്ങൾ ഒത്തിരി ആശ്രയിച്ചിരുന്നു. അതുപോലെ
ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നഴ്സസ് മിനിസ്ട്രി, ഞങ്ങളുടെ അഡ്മിഷൻ തൊട്ട് വീട്ടിൽ തിരിച്ച് ചെല്ലുന്ന ആ ഒരു സമയം വരെ ആ ഒരു നഴ്സസ് മിനിസ്ട്രിയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒത്തിരി സഹായമായിരുന്നു. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നഴ്സസ് മിനിസ്ട്രിയുടെ ആത്മീയ ഗുരുവായ ഫാദർ ജോൺസൺ മിക്ക ദിവസം തന്നെ ഞങ്ങളെ വിളിക്കുമായിരുന്നു. പ്രത്യേകിച്ച് മോനെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവനോട് പറയും, നിൻ്റെ ഈ സഹനങ്ങളെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നഴ്സസ് മിനിസ്ട്രിയിലെ വേറെ ഒരു സിസ്റ്റർ എല്ലാ ദിവസവും തന്നെ ഞങ്ങളുടെ അടുത്ത് വരും. ചേച്ചിയുടെ ഡ്യൂട്ടി അനുസരിച്ച് ഡ്യൂട്ടിക്ക് മുമ്പോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ശേഷമോ എല്ലാ ദിവസവും തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ പറഞ്ഞ് ഒരു 10-15 മിനിറ്റോളം ചേച്ചി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിയുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ബലം, ഭയങ്കരമായിട്ടൊരു ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ചേച്ചി വരുമ്പോൾ ഞങ്ങൾ ആ ഒരു വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ അങ്ങനെയായിരുന്നു. അപ്പോൾ മോൻ എന്നോട് ഒരു ദിവസം ചേച്ചി വന്നില്ല ചോദിക്കും, അമ്മ എന്താ ആൻറ്റി വരാത്തെ? അങ്ങനെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നഴ്സസ് മിനിസ്ട്രിയുടെ വേറെ ഒരു ബ്രദർ ദുബായിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വചനങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒത്തിരി ആത്മീയ ധൈര്യം പകർന്നു തരുമായിരുന്നു. 2 പ്രാവശ്യവും ബ്ലെസൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴൊക്കെ ബിനോയ് ഒറ്റയ്ക്കായിരുന്നു അല്ലേ? നമ്മുടെ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ബിനോയ്ക്ക് ജോലിക്ക് പോകണം, അവധി കിട്ടത്തില്ല. അവിടുത്തെ അപ്പോൾ ജോലി സ്ഥലത്തെ ഒരു സമ്മർദ്ദം വേറെ, മോൻ ഹോസ്പിറ്റലാണെന്നുള്ളൊരു വേദന വേറെ. അപ്പം ഇതെല്ലാം ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷമായിരുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് ബിനോയ്ക്ക് തരണം ചെയ്യാൻ വേണ്ടി സാധിച്ചത്? തീർച്ചയായും ഇതൊരു വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഒന്നാമതായിട്ട് മോൻ ആശുപത്രി കിടക്കുമ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അത് ഭയങ്കരമായ ഒരു വേദനയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് കുട്ടിയായതുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ്റെ വേദനകൾ പറഞ്ഞ് പലപ്പോഴും ഇവൻ ഇടയ്ക്ക് കരയും, ദൈവം എന്തിനാ എനിക്ക് ഇത്രയും സഹനങ്ങൾ തന്നത്, എൻ്റെ വേദന കണ്ടില്ലേ, ഞാൻ കുഞ്ഞല്ലേ, എനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ചിലപ്പം പറയും. അതുപോലെ തന്നെ ആശുപത്രി അഡ്മിറ്റായ അന്ന് തൊട്ട് ബിന്ദു കൂടത്തിലാണ്. ബിന്ദു പറയും, ഞാൻ കൊച്ചിനെ കൂടാതെ വീട്ടിലോട്ട് വരത്തില്ല. അപ്പം വീട്ടിൽ മോള് തന്നെയാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് പാടായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് കൂടത്തിൽ ജോലി ചെയ്യുന്ന ആരോടും തന്നെ ഞാൻ പറഞ്ഞില്ല കൊച്ചി ആശുപത്രിയിലാണെന്ന് ആദ്യകാലങ്ങളിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആൾക്കാർ കൂടുതൽ പേടിച്ചതുകൊണ്ട് നമുക്ക് ആൾക്കാരോട് തുറന്ന് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട്. 3 പ്രാവശ്യം നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് അത് തുറന്ന് പറഞ്ഞ് അതിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറിയപ്പെടുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്ത് 1 മാസത്തോളം പനി തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒരു തകർച്ചയുടെ ഒരു വക്കിലോട്ടാണ് പോയത്. ഏശയ്യ 30:20 ഇപ്രകാരം പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. ഈ ഒരു വചനം എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കഷ്ടതയുടെ ഒരു സമയത്ത് ദൈവം അനേകം മാലാഖമാരെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തി. അതായിരുന്നു എൻ്റെ ശക്തിയും ബലവും. ബിന്ദുവിനും ബിനോയ്ക്കും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒത്തിരി സമ്മർദ്ദമുണ്ടായിരുന്നോ? കാരണം ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിനും ഫലമില്ല. കൊച്ചിൻ്റെ അവസ്ഥ ഒന്നിനൊന്ന് മോശമാകുന്നു. ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റേഴ്സ് വരുമ്പോഴാണെങ്കിൽ പറയും, അയ്യോ കൊച്ചിനെ മുമ്പ് കണ്ട പോലെ അല്ലല്ലോ, കൊച്ചിന് കൂടുതൽ ക്ഷീണമാണല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർ പറയും, എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുപോവാ, നമുക്ക് എന്തെങ്കിലും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ അന്നത്തെ ആ സാഹചര്യത്തിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫ്ലൈറ്റ് ഇല്ല, അവധി കിട്ടത്തില്ല. അങ്ങനെ സമയത്ത് വളരെ ഒരു വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് പോയത്. എന്നിരുന്നാലും ദൈവം എല്ലാം മനോഹരമായിട്ട് ഒന്നിനു പുറകെ ഒന്നായി ക്രമീകരിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഡോക്ടേഴ്സ് ബോൺമാരോ റിക്വസ്റ്റ് ചെയ്തു, ബോൺമാരോ ചെയ്തു. ആ ബോൺമാരുടെ റിസൾട്ട് എന്തായിരുന്നു? ബോൺമാരോ ചെയ്തായിരുന്നു. ബോൺമാരോ ചെയ്യാൻ വേണ്ടിയിട്ട് മോനെ ഒന്ന് സമ്മതിപ്പിക്കാനൊക്കെ ഞാനിങ്ങനെ ഒത്തിരി അവന് പറഞ്ഞു കൊടുത്ത് വേദനയൊന്നുമില്ല. അങ്ങനെ അവന് ആ പോകുന്ന സമയത്ത് ടെൻഷനൊന്നുമില്ലാതെ അങ്ങ് പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് അവന് നല്ല വേദനയായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു പരാതിയില്ലാതെ അവനതെല്ലാം സഹിച്ചു. അങ്ങനെ ബോൺമാരോടെ ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, ആ ഒരു കാത്തിരിപ്പ് ഒത്തിരി ടെൻഷൻ നിറഞ്ഞായിരുന്നു.
ഒത്തിരി പേര് മോൻ ബോൺമാരയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അപ്പയും അമ്മയും ഡോക്ടേഴ്സും അവിടെയുള്ള നഴ്സസും എനിക്ക് കുറേ ധൈര്യം തരുമായിരുന്നു. പിന്നെ കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ബോൺമാരോ ചെയ്യാൻ ഉള്ള ആ പേടി പോയി. പിന്നെ ബോൺമാരോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മോൻ വിശുദ്ധരുടെ ജീവചരിത്രം ഒത്തിരി വായിച്ചിട്ടുണ്ട് അല്ലേ? ഈ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ആരാണ്? എനിക്ക് വിശുദ്ധരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ഫ്രാൻസിസ് അസീസിയുടെ ലാളിത്യം നിറഞ്ഞ ജീവിതവും ധനികനായിരുന്നിട്ടും ദാരിദ്ര്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഫ്രാൻസിസ് അസീസിയുടെ മനസ്സും, പിന്നെ ഈശോ വിളിച്ചു തുടങ്ങിയ ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഫ്രാൻസിസ് അസീസി, പിന്നെ ഫ്രാൻസിസ് അസീസിക്ക് പക്ഷിമൃഗാദികളോടുള്ള സ്നേഹം, ഫ്രാൻസിസ് അസീസിയുടെ അത്ഭുതങ്ങൾ, ഇതെല്ലാം കൊണ്ട് എനിക്ക് ഫ്രാൻസിസ് അസീസിയെ വളരെ ഇഷ്ടമാണ്. നേരത്തെ അമ്മ പറഞ്ഞായിരുന്നു നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടറായ ജോൺസൺ അച്ഛൻ മോനെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ആ അച്ഛൻ വിളിക്കുമ്പോഴത്തേക്കൊക്കെ മോന് ഒത്തിരി ആശ്വാസമായിരുന്നു എന്നും അമ്മ പറഞ്ഞായിരുന്നു. ജോൺസൺ അച്ഛൻ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ സഹിക്കുന്ന സാധനങ്ങളെയൊക്കെ സഹിച്ച് പിടിക്കാനുള്ളൊരു ശക്തി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോൺസൺ അച്ഛൻ എന്നെ വിളിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സാധനങ്ങളെക്കുറിച്ചും വിശുദ്ധ അൽഫോൻസാമ്മ എങ്ങനെയാണ് ആ സാധനങ്ങളെ സഹിച്ചതെന്നതിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസാമ്മ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സഹനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ജോൺസൺ അച്ഛൻ എന്നോട് പറയുമായിരുന്നു. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സഹനം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും പറ്റി. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോൻ ത്യാഗം ചെയ്തൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അതെ, എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും നേടണമെങ്കിൽ ഞാൻ രാത്രി 3 മണി 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. മോൻ പറഞ്ഞതുപോലെ അവൻ രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് അവനെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നാളുകൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു പ്രാർത്ഥന അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അവൻ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് രാവിലെ എണീറ്റിരുന്ന് 3 മണിക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 1-2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്കത് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ അവന് ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പനിയൊക്കെ മാറി എല്ലാ റിസൾട്ടും നോർമലായി നിങ്ങൾ ഡിസ്ചാർജായി പോകുമ്പോഴും നിങ്ങളെ കാത്ത് വലിയൊരു അനുഗ്രഹം നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നല്ലയോ? ഉണ്ടായിരുന്നു. യാക്കോബ് സ്ലായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ രോഗികളായിട്ടുള്ളവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ സമീപിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന ഒരു വചനം. ആ ഒരു വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളത് അനുഭവിച്ചു. മോന് 2ാമത് അഡ്മിറ്റായിരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ പേരൻസ് വിളിച്ചിട്ട് പറയും, മോനെ ഒരച്ഛനെ കൊണ്ടുവന്ന് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബിനോയോട് പറഞ്ഞപ്പം ബിനോയ് പറഞ്ഞു, നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് ലോക്ക്ഡൗൺ ആണ്, ഹോസ്പിറ്റലിൽ നമുക്ക് വിസിറ്റേഴ്സ് ഒന്നും അനുവദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛനെ കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഉപേക്ഷിച്ച്, പറ്റത്തില്ലല്ലോ എന്നങ്ങ് വിചാരിച്ച് ഉപേക്ഷിച്ചു. എന്നാൽ ഞങ്ങൾ ഡിസ്ചാർജ് ആയ ദിവസം ബിനോയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നത് ബിനോയുടെ ബ്രദറാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെയാണല്ലോ, വീട്ടിലെത്തുമ്പോൾ ഇറങ്ങാം ആ ഒരു വിചാരത്തിലിരുന്നു. എന്നാൽ വണ്ടി ചെന്ന് നിന്നത് കുവൈറ്റിലെ കത്തീഡ്രൽ പള്ളിയുടെ മുറ്റത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനെ നോക്കി, ഇതെന്താ ഇവിടെ? അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മളൊരു അനുഗ്രഹം മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജോൺസൺ അച്ഛൻ്റെ അടുത്ത് ചെന്ന് മോൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ആ ഒരു അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. ആ വീട്ടിലോട്ട് തിരിച്ചു ചെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ
അവന് ആ ഒരു പനിയുടേതായ ഒരു ബുദ്ധിമുട്ടോ ഒരസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല. എന്നാൽ ആ പോകുന്ന സമയത്ത് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മുഴ മാറിയിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു വീട്ടിൽ ചെന്നൊരു 2 ആഴ്ചയായപ്പം അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. അങ്ങനെ വലിയൊരു അത്ഭുതം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അത് ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ഒരു വൈദ്യശാസ്ത്രത്തിന് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു പനി വന്നാൽ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ട്. പക്ഷേ ഈ 1 മാസം ഇത്രയും തീവ്രമായിട്ടുള്ളൊരു പനി, അതിന് പിന്നിൽ എന്തായാലും ഒരു കാരണം ഉണ്ടാകാമായിരുന്നു. പക്ഷേ അതിനെ ഒന്നുമല്ലാതാക്കി ദൈവം വലിയ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഒരു രോഗശാന്തി നൽകി അനുഗ്രഹിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റും. ഫൗസ്റ്റീന മോള് ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വചനം പറഞ്ഞു തരാവോ? ആദി ദേവ ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഉൽപ്പത്തി 1:1. ഈശോ മോളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മളിത് പറയുമ്പോഴും അനേകം കുടുംബങ്ങൾ ഇതേ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അവരോടായി എന്താണ് പറയാനുള്ളത്? എത്ര വലിയ സഹനത്തിൽ കൂടെ കടന്നു പോയാലും ആ സഹനങ്ങളെല്ലാം അതിജീവിക്കാനായിട്ട് ദൈവം ശക്തി തരുമെന്നും ദൈവം നമ്മുടെ കൂടത്തിൽ തന്നെ ആ സമയത്ത് ഉണ്ടാകുമെന്നും നമ്മളെ സഹായിക്കാനായിട്ട് അനേകം മാലാഖമാരെ നമ്മളോട് ചേർത്ത് വയ്ക്കുമെന്നുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ ലേഖനം 5:15 ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നമുക്ക് രോഗങ്ങളും പീഡകളും ഉണ്ടാകുമ്പോൾ ഉദാസീനരാകാതെ ഈ കുടുംബത്തെ പോലെ സർവവും ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 52:9 ഇപ്രകാരം പറയുന്നു: അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഇന്ന് കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മോട് പങ്കുവെച്ച ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.